into the transaction selling. Transaction selling, then we turn into the relationship selling. When we turn into the solution selling, then we turn into the consultative selling. There is a 4 types of sales normally you could see. Number 1 is a transaction selling. അതായത് ഏകദേശം ഒരു 10-20-25 വർഷം മുമ്പേ വേണമെങ്കിൽ എടുത്തു പോടോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. വേണമെങ്കിൽ എടുത്തു പോയിക്കോളൂ, കാരണം അന്ന് ഡിമാൻഡ് വളരെ കുറവായിരുന്നു, ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നു, കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു, ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നു. അതായത് കോഴ്സുകൾ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുറവായിരുന്നു. ഏകദേശം 1200 ചില്ലാനും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇന്ന് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ അപ്പുറത്ത് തന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങും. ഇവിടെ ഒരു വെട്ടിക്കടയിട്ട് അപ്പുറത്ത് തന്നെ വെട്ടിക്കടയിടും. ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങി അപ്പുറത്തൊരു ഹോട്ടൽ തുടങ്ങും, അല്ലേ? Now the resources are unlimited. Now the liberalization, globalization, privatization, and there is a huge scope of scope in the market like a digital marketing. Now ഒരു 10-20 വർഷം മുമ്പേ ട്രാൻസാക്ഷൻ സെല്ലിംഗ് ആയിരുന്നു. കാരണം അന്ന് ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നു, കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു. അതിനുശേഷം യു കുഡ് സീ ദർ ഇസ് എ റിലേഷൻഷിപ്പ് സെല്ലിംഗ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്രയും ടഫർ ആയത് കാരണം റിലേഷൻസിലേക്ക് മാറണം എന്നുള്ളൊരു ചിന്താഗതി വന്നു. എന്തുകൊണ്ട് റിലേഷൻസിലേക്ക് മാറണം? കാരണം ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ വീണ്ടും കയറി വരണം. റിട്ടൻഷൻ ഓഫ് കസ്റ്റമർ കൂടണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആവുന്നു, എങ്ങനെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിസിനസ്സുകാരും സെയിൽസുകാരും കുറച്ച് റിലേഷൻസ് കൂടി ചിരിക്കാൻ തുടങ്ങി, എന്ത് വേണമെന്ന് ചോദിക്കാൻ തുടങ്ങി. ഒരു കപ്പ് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കാൻ ബിസിനസ്സിനെ ഒരുക്കാൻ ഈ ഒരു സിറ്റുവേഷൻ ഉപകരിച്ചു. കാരണം ഡിമാൻഡ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ കൂടിയും കോമ്പറ്റീഷൻ ഹെവി ആയത് കാരണം സിമിലർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തുടങ്ങി. ടെക്നോളജി എല്ലാ ആൾക്കാർക്കും പ്രാപ്യമാവാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ മാർക്കറ്റിലത്തെ അഡ്വർടൈസ്മെന്റ് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ റിലേഷൻഷിപ്പ് സെല്ലിംഗ് സ്റ്റാർട്ടഡ്. ഇതിലും നിന്നില്ല കാര്യം, സൊല്യൂഷൻസ് വേണം എന്നുള്ള രീതിയിൽ പേഴ്സണലൈസേഷൻ തുടങ്ങി. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ തുടങ്ങി. ഒരു വ്യക്തിക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്താണ്, ആ വ്യക്തിയുടെ കൺസേൺ, വ്യക്തിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ക്രാഫ്റ്റ് ചെയ്യാനും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനും ആ പ്രൊഡക്റ്റിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് തുടങ്ങാൻ വേണ്ടി തുടങ്ങി. ദാറ്റ് ഈസ് കോൾഡ് ആക്ച്വലി സൊല്യൂഷൻ സെല്ലിംഗ്. അവിടെയും നിന്നില്ല. നൗ ഇറ്റ് ഈസ് എ കൺസൾട്ടേറ്റീവ് സെല്ലിംഗ്. വാട്ട് ഈസ് എ കൺസൾട്ടേറ്റീവ് സെല്ലിംഗ്? നൗ ഇറ്റ് ഈസ് എ ഹൈപ്പർ പേഴ്സണലൈസേഷൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഹൈപ്പർ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് നമ്മൾ ഒരുപാട് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, ഒരുപാട് അവർക്ക് പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ 1-to-1 എടുക്കേണ്ടതായിട്ട് വരും, അവർ നേരിട്ട് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഈവൻ ചിലപ്പോൾ അവരുടെ ഓഫീസിലോ അവരുടെ വീട്ടിലോ പോയിട്ട് ചിലപ്പോൾ അവരെ കാണേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ പേഴ്സണലൈസേഷൻ. ഇന്ന് നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗൂഗിൾ അനലിറ്റിക്സും ഗൂഗിൾ ആഡ്സും, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് CRM marketing. There is a different software. Now we require a hyper personalized follow-up, hyper personalized visits, hyper personalized customization. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൺസൾട്ടേറ്റീവ് സെല്ലിംഗിലാണ്. 2025 1 മിനിറ്റ് മതി കസ്റ്റമർ നഷ്ടപ്പെടാം. 1 minute is enough.